So today we will see more examples for the 18 electron rule. 18 electron rule. We already went through what is 18 electron rule for the organometallic compounds. 18 electron rule. Okay, for the organometallic compounds. And today we will see more examples. I strongly recommend you to go through the previous video before going through this video. Okay. And yesterday we saw that 18 electron rule was good to predict the stability. It was good to predict the stability of organometallic compounds. Okay, it was, and it was also good to. It is also not only for predicting the stability of the organometallic compounds. We can even use to say whether there is a metal-metal bond. We can predict whether there is a metal-metal bond, presence of metal-metal bond from the, and this can be predicted from the 18 electron rule. And also we can also predict from the 18 electron rule whether a ligand present in the organometallic compound is a bridging ligand, or it is a terminal ligand. Okay, so it's a very useful rule, even if it is a rule of the thumb. Okay, so that is what we learned in the previous class. And how do you know whether, how you can predict whether there is a metal-metal bond? For example, you are counting the electrons in the valence shell of the metal of a dimetallic compound. Okay, it means a compound in which, by dimetallic I meant a compound in which two metal centers are there. And if you are thinking that, if you are counting that there are only 17 electrons in each metal, okay, then for getting this number 18, you have to have one more electron. അല്ലേ, ഒരു ഇലക്ട്രോൺ കൂടി വന്നെങ്കിൽ 18 ആകത്തുള്ളൂ. അങ്ങനെയുള്ള കേസുകളിൽ ഒരു മെറ്റൽ ബോണ്ട് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മെറ്റൽ ബോണ്ട് മൂലമുള്ള ഒരു ഇലക്ട്രോൺ കൂടി നിങ്ങൾക്ക് കൗണ്ട് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഉള്ള കേസുകളിൽ അത് 18 ആക്കാൻ ഒക്കും. അപ്പം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം അവിടെ ഒരു മെറ്റൽ ബോണ്ട് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം, അല്ലേ. അതുപോലെ ലിഗാൻസ് ബ്രിഡ്ജിങ് ആണോ ടെർമിനൽ ആണോ എന്നൊക്കെ നമുക്ക് 18 ഇലക്ട്രോൺ റൂൾ വെച്ചുകൊണ്ട് പറയാം. കാരണം എങ്ങനെയൊക്കെ നോക്കിയാലും അവസാനം 18 ആകുന്ന രീതിയിൽ ലിഗാൻസിനെ ടെർമിനലായിട്ടോ ബ്രിഡ്ജിങ് ആയിട്ടോ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ പല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റൂളാണ് 18 ഇലക്ട്രോൺ റൂൾ എന്ന് പറയുന്നത്. നമുക്ക് ചില എക്സാമ്പിൾസ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. യു വിൽ സീ സം എക്സാമ്പിൾസ്. ഓക്കെ, ഇന്നലെ നമ്മൾ ചില എക്സാമ്പിൾ കണ്ടിരുന്നു ഓൾറെഡി. 18 ഇലക്ട്രോൺ റൂൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചില എക്സാമ്പിൾസ് ഇന്നലെ നമ്മൾ പരിശോധിച്ചു. നമുക്ക് ഇന്ന് ചില എക്സാമ്പിൾസ് കൂടി നോക്കാം. ഫോർ എക്സാമ്പിൾ, വി വിൽ ലുക്ക് അറ്റ് CrCO6 times. ഓക്കെ, ഈ CrCO6 times 18 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. ക്രോമിയം ആണ് ഇവിടെ, അല്ലേ, മെറ്റൽ എന്ന് പറയുന്നത്. ക്രോമിയം അറ്റോമിക് നമ്പർ 24 ആണ്, 24. അതുകൊണ്ട് അതിന്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണ്? NS1 അല്ലെങ്കിൽ ഈ കേസിൽ 4s1 3d5 ആണ് അതിന്റെ കോൺഫിഗറേഷൻ, അല്ലേ. സത്യത്തിൽ അത് 4s2 3d4 എന്നാണ് വരേണ്ടത്. ഇവിടെ 3d5 എന്ന് പറയുന്ന സ്റ്റേബിൾ കോൺഫിഗറേഷൻ കിട്ടാൻ വേണ്ടിയാണ് 4s1 3d5 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ കിട്ടുന്നത്. എങ്ങനെയായാലും അതിന്റെ വാലൻസ് ഷെല്ല്, അതായത് 4sഉം 3dയും ഉൾപ്പെടുന്ന ഓർബിറ്റലുകൾ, അവയെ വാലൻസ് ഷെല്ലാണെന്ന് നമുക്ക് വിളിക്കാം. അപ്പം ഈ വാലൻസ് ഷെല്ലിൽ അവർക്ക് 6 ഇലക്ട്രോൺ ആണ് ആർക്കുള്ളത്? ക്രോമിയത്തിനുള്ളത്. സോ ക്രോമിയത്തിന്റെ ഇലക്ട്രോൺസ്, ഈസ് ഈക്വൽ ടു 6, അല്ലെ. 6 ഇലക്ട്രോൺസ് ആണ് ക്രോമിയത്തിനുള്ളത്. അതുപോലെ 6 കാർബൺ മോണോക്സൈഡ് ഉണ്ട്, 6 CO അല്ലെങ്കിൽ 6 കാർബണൈൽ ലിഗാൻഡ്സ് ഉണ്ട്, 6 CO. 6 CO കൂടെ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യും? 1 CO will contribute 2 electrons. 6 CO will contribute 12 electrons. Okay, so total there are 18 electrons. Sum is 18 electron. So it obeys 18 electron rule, അല്ലേ. അതുപോലെ മറ്റൊരു കോമ്പൗണ്ട് കൂടി നമുക്ക് പരിഗണിക്കാം. NiPF
3, 4 ടൈംസ്. ഓക്കെ, ഇവിടെ ഒരു ഫോസ്ഫൈൻ ലിഗാൻഡ് ആണ് നമുക്കുള്ളത്. ഓക്കെ, ട്രൈഫ്ലൂറോഫോസ്ഫൈൻ ആണ് ഇവിടുത്തെ ലിഗാൻഡ്. ഈ ഫോസ്ഫൈൻ ലിഗാൻഡ്സ് എന്താ 2 ഇലക്ട്രോണുകളെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, കാർബണൈൽസിന്റെ കൂട്ട് തന്നെ. ഇത് ഒരു ന്യൂട്രൽ ലിഗാൻഡ് ആണ് ഫോസ്ഫൈൻ ലിഗാൻഡ്സ്. ഇവിടുത്തെ എങ്ങനെയാണ് ഇവിടുത്തെ ഇലക്ട്രോൺ കൗണ്ട് നമുക്ക് നോക്കാം. നിക്കലാണ് ഇവിടുത്തെ മെറ്റൽ അല്ലേ, നിക്കൽ. ഇപ്പം നിക്കലിന്റെ ഇലക്ട്രോൺസ് എത്രയുണ്ട്? അതിന്റെ അറ്റമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 28 ആണ് അല്ലേ. 28 ആണ് അതിന്റെ അറ്റമിക് നമ്പർ. 28 അറ്റമിക് നമ്പർ ആയതുകൊണ്ട് അതിന്റെ കോൺഫിഗറേഷൻ എങ്ങനെ വരുന്നത്? 4s2 3d8 എന്ന് പറഞ്ഞാൽ എത്ര വാലൻഷ്യൽ ഇലക്ട്രോൺസ് ആണുള്ളത്? 10 ഇലക്ട്രോണുകൾ. 4s 2, 3dയിൽ 8 ഇലക്ട്രോൺ, അങ്ങനെ 10 ഇലക്ട്രോണുകളാണ് അതിന്റെ വാലൻസ് ഇലക്ട്രോൺസ്. അതുപോലെ അതിന് 4 pf3 ലിഗാൻഡ്സ് കൂടി ഉണ്ടല്ലേ. 4 pf3 ലിഗാൻഡ്സും കൂടെ ചേർന്ന് 8 ഇലക്ട്രോൺസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയുണ്ട്? 18 ഇലക്ട്രോൺസ് തന്നെയാണ് ടോട്ടൽ. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് പരിഗണിച്ച് നോക്കാം. Fe CO4 ടൈംസ് ppH3. ഓക്കെ, ഇപ്പൊ Fe CO4 ടൈംസ് ppH3. അതായത് ഇവിടെ 2 ടൈപ്പ് ലിഗാൻഡ്സ് ഉണ്ട്. കാർബണൈൽ ലിഗാൻഡ്സും ഉണ്ട്, ഒരു ഫോസ്ഫൈൻ ലിഗാൻഡും ഉണ്ട്. ട്രൈഫിനൈൽ ഫോസ്ഫൈൻ ആണ് ഇവിടുത്തെ ലിഗാൻഡ്. ഓക്കെ, അങ്ങനെ 2 ടൈപ്പ് ലിഗാൻഡുകളാണ് ഉള്ളത്. ഇവിടുത്തെ ഓരോ ലിഗാൻഡുകളും 2 ഇലക്ട്രോൺസിനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇലക്ട്രോൺസിനെ ഒന്ന് എണ്ണി നോക്കാം. അയണിന്റെ ഇലക്ട്രോൺസിന്റെ എണ്ണം എത്ര? അയണിന്റെ അറ്റമിക് നമ്പർ 26 ആണ്. അതുകൊണ്ട് അതിന്റെ കോൺഫിഗറേഷൻ എത്രയാണ്? 4s2 3d6 എന്നാണ്. 3d6. അപ്പം 4s-ലെ 2 ഇലക്ട്രോണുകളും 3d-യിലെ 6 ഇലക്ട്രോണുകളോട് ചേർന്ന് 8 ഇലക്ട്രോണുകളാണ് അയണിനുള്ളത്. 8 electrons in the valence shell of iron. Then we have 4 COs. 4 COs will give 8 electrons. And then we have a ppH3. This is a phosphine ligand. Then it will provide 2 electrons. Totally we have 18 electrons. So sum is equal to 18 electrons. ഇതിനാണുള്ളത്. അപ്പോൾ ഈ കേസുകളിലെല്ലാം എന്താണ്? 18 ഇലക്ട്രോൺ റൂള് അത് ഒബേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ കോംപ്ലക്സുകളൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോംപ്ലക്സുകളൊക്കെ സ്റ്റേബിൾ കോംപ്ലക്സുകൾ കൂടിയാണ്. 18 ഇലക്ട്രോൺ റൂൾ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ സ്റ്റെബിലിറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കും അല്ലേ. ഇനി നമുക്ക് മറ്റൊരെണ്ണം പരിഗണിച്ച് നോക്കാം. MnCO5 ടൈംസ്. ഓക്കെ, MnCO5 ടൈംസിന്റെ 18 ഇലക്ട്രോൺ റൂൾ വെച്ചുകൊണ്ട് നമുക്ക് എൻ്റെ ഇലക്ട്രോൺ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. MnCO5 ടൈംസിലെ മെറ്റൽ എന്ന് പറയുന്നത് മാംഗനീസ് ആണ് അല്ലേ. മാംഗനീസിന്റെ അറ്റമിക് നമ്പർ എത്രയാണ്? 25 ആണ്. അപ്പൊ അതിന്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണ്? 4s2 3d5 എന്നാണ് കോൺഫിഗറേഷൻ. അതായത് 4s-ൽ 2 ഇലക്ട്രോൺ, 3d-യിൽ 5 ഇലക്ട്രോൺ. അങ്ങനെ മാംഗനീസിന്റെ വാലൻഷ്യൽ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 7 ഇലക്ട്രോൺസ് ആണ്. 7 ഇലക്ട്രോൺസ്. Then it has 5 carbonyl ligands. Then from 5 carbonyl ligands we have 10 electrons. 10 electrons. Total there are എത്രയുണ്ട്? സം എന്ന് പറയുന്നത് സം is equal to 17 electrons. 17 electrons ആണ് ഇവിടെ മൊത്തത്തിലുള്ളത്. അതുകൊണ്ട് ഇത് 18 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടുന്ന 18 ഇലക്ട്രോൺസ് നമ്മളുടെ MnCO5 ടൈംസിലില്ല. അപ്പോൾ 18 ഇലക്ട്രോൺ റൂൾ അനുസരിച്ച് ഈ സിസ്റ്റം എന്തായിരിക്കണം? അൺസ്റ്റേബിൾ ആയിരിക്കണം. അത് അൺസ്റ്റേബിൾ ആയിരിക്കണം എന്നുള്ള പ്രിഡിക്ഷൻ കറക്റ്റുമാണ് കേട്ടോ. ആക്ച്വലി ദിസ് സിസ്റ്റം MnCO5 ടൈംസ് ഈസ് അൺസ്റ്റേബിൾ. ഇതെന്താണ്? അൺസ്റ്റേബിൾ ആണ്. അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് ഈ പറയുന്ന MnCO5 ടൈംസ്. MnCO5 ടൈംസ് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. ഓക്കെ, ദിസ് വൺ. ഇനി നമ്മൾ മറ്റൊരു കോമ്പൗണ്ട് കൂടി പരിഗണിക്കുകയാണ്. CO4 ടൈംസ്. CO4 ടൈംസ് നമുക്കൊന്ന് പരിഗണിച്ച് നോക്കാം. CO അതിന്റെ അറ്റമിക് നമ്പർ എത്രയാണ്? 27 ആണ്. സിയോയുടെ അറ്റമിക് നമ്പർ 27 ആണ്. അപ്പോൾ എങ്ങനെ അതിന്റെ കോൺഫിഗറേഷൻ വരുന്നത്? 4s2 3d7. അപ്പം 4s-ലെ 2, 3d-ലെ 7. അങ്ങനെ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയാൻ 9 ഇലക്ട്രോൺസ് ആണ് വാലൻസ് ഇലക്ട്രോൺസ്. പിന്നെ 4 CO ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലേ. CO ഗ്രൂപ്പ്സ് 4 പേരും കൂടെ ചേർന്ന് 8 ഇലക്ട്രോൺസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പം ടോട്ടൽ എത്രയുണ്ട്? വാട്ട് ഈസ് ദ ടോട്ടൽ? സം ഈസ് ഈക്വൽ ടു 9 + 8, ദാറ്റ് ഈസ് ഈക്വൽ ടു 17 ഇലക്ട്രോൺസ്.
So if we are counting the electrons here, this electron number also says that the system is not going to be stable. അപ്പോൾ ഇത് ഒരു അൺസ്റ്റേബിൾ സിസ്റ്റം ആയിരിക്കണം. സത്യത്തിൽ അത് ശരിയാണ് കേട്ടോ. ദിസ് ഈസ് ആൾസോ അൺ അൺസ്റ്റേബിൾ മോളിക്യൂൾ. അപ്പോൾ CO 4 ടൈംസ് എന്ന് പറയുന്നതും അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ നമ്മൾ രണ്ട് അൺസ്റ്റേബിൾ മോളിക്യൂളുകളെ ഇപ്പം പരിചയപ്പെട്ടു കഴിഞ്ഞു. MnCO 5 times and CO 4 times, and the instability of these complexes can be well explained on the basis of the 18 electron group. Both of these complexes are only 17 electrons, which is less than the required 8, which is one less than the required 18 electrons. So these complexes are unstable. ഈ രണ്ട് കോംപ്ലക്സുകളും അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ ഇതിന് സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ ഈ കോംപ്ലക്സുകൾക്ക് ഒരു ഇലക്ട്രോണിന്റെ കുറവുണ്ടല്ലേ, ഒരു ഇലക്ട്രോൺ കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് സ്റ്റേബിൾ ആയേനെ. അതുകൊണ്ട് നമ്മൾ ഈ കോംപ്ലക്സുകളുടെ ആനിയോൺസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് MnCO 5 times മൈനസ്, ഓക്കെ, MnCO 5 times മൈനസ്, നമ്മൾ ഏതെങ്കിലും ഒരു ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ള ഏതെങ്കിലും ഒരു റിയേജന്റുമായിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് ചാർജ് കൂടി എടുത്തുകൊണ്ട് MnCO 5 times മൈനസ് ആയിട്ട് മാറും. ഓക്കെ, ഒരു ആനിയോൺ ആയിട്ട് മാറും. അപ്പോൾ ഈ ആനിയോണിന്റെ കേസിൽ നമുക്കൊന്ന് ഇലക്ട്രോൺസിനെ കൗണ്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ എത്രയാണ്? മാംഗനീസ് എന്ന് പറയുന്നത് ആണ് ഇവിടുത്തെ മെറ്റൽ, സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ മാംഗനീസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കൗണ്ട് ചെയ്ത പോലെ മാംഗനീസിന് 7 ഇലക്ട്രോൺസ് ആണുള്ളത് അല്ലേ? 7 electrons. Manganese has 7 electrons. Then 5 COs are there. 5 COs will give 10 electrons. And there is a charge also, right? Charge of the complex. And charge of the complex will give 1 electron. So totally there are 18 electrons. അപ്പോൾ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ 18 ഇലക്ട്രോൺസ് ആയി കഴിഞ്ഞു. 18 ഇലക്ട്രോൺസ് ആകുമ്പോൾ എന്ത് ചെയ്യും? അത് നമ്മൾ 18 ഇലക്ട്രോൺ റൂൾ അനുസരിച്ച് ഈ ആനിയോൺ സ്റ്റേബിൾ ആയിരിക്കണം. സത്യത്തിൽ അത് കറക്റ്റ് ആണ് കേട്ടോ. ഈ ആനിയോൺ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ആനിയോൺ ആണ്. സോ ദിസ് ഈസ് എ വെരി സ്റ്റേബിൾ ആനിയോൺ. Stable. So when we are comparing the stability of MnCO 5 times minus and MnCO 5 times, then which one is more stable? MnCO 5 times minus is more stable. Anion is more stable, and the anion is stable because of the 18 electron rule. Okay. ഇനി നിങ്ങൾക്ക് ഇവിടെ ഇലക്ട്രോൺ കൗണ്ട് ചെയ്തപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടായത് സ്വാഭാവികമാണ്. കാരണം നമ്മൾ മാംഗനീസിന്റെ 7 ഇലക്ട്രോൺസ് എന്നാണ് കൗണ്ട് ചെയ്തത്. ഓക്കെ, ഇങ്ങനെ കൗണ്ട് ചെയ്യുന്നതിനെ ന്യൂട്രൽ ആറ്റം മെത്തേഡ് എന്നാണ് പറയുന്നത് കേട്ടോ. ഏത് ഓക്സിഡേഷൻ, അതായത് ഇവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതായാലും, മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതായാലും, ആ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ പരിഗണിക്കാതെ അതിനെ ഒരു ന്യൂട്രൽ ആറ്റമായിട്ട് പരിഗണിച്ചുകൊണ്ട് ഇലക്ട്രോണുകളെ കൗണ്ട് ചെയ്യുന്നതാണ് ന്യൂട്രൽ ആറ്റം മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ന്യൂട്രൽ ആറ്റം മെത്തേഡ് ഓഫ് ഇലക്ട്രോൺ കൗണ്ടിങ് എന്നാണ് പറയുന്നത്. അതായത് വാട്ട് എവർ മേ ബി ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, വി കൺസിഡർ ദ മെറ്റൽ ആസ് ന്യൂട്രൽ. ഓക്കെ, അത് ന്യൂട്രൽ ആയത്, മാംഗനീസ് ന്യൂട്രൽ ആയതുകൊണ്ടാണ് അതിനെ 7 ഇലക്ട്രോൺസ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ പരിഗണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ മാംഗനീസിന് 7 ഇലക്ട്രോൺസ് കൊടുത്തത്. കാർബൺ മോണോക്സൈഡിന് 10 ഇലക്ട്രോൺ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടാകത്തില്ല. ഈ കേസിൽ ലാസ്റ്റ് നമ്മൾ ചാർജ് കൂടി പരിഗണിക്കാം. ന്യൂട്രൽ ആറ്റം മെത്തേഡ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു കൺസിഡർ ചാർജ് ആൾസോ അറ്റ് ദ എൻഡ്. അപ്പോൾ അതൊരു നെഗറ്റീവ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ ദെൻ വി ഹാവ് ടു ആഡ് 1 ഇലക്ട്രോൺ അല്ലേ, ഒരു ഇലക്ട്രോൺ കൂടി ആഡ് ചെയ്യണം. പോസിറ്റീവ് ആയിരുന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോണിനെ സബ്സ്ട്രാക്ട് ചെയ്ത് വേണം കേട്ടോ. നെഗറ്റീവ് 1 ഇലക്ട്രോൺ കൊടുക്കണം, ഒരു ഇലക്ട്രോണിനെ സബ്സ്ട്രാക്ട് ചെയ്ത് വേണം. ഇവിടെ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഒരു ഇലക്ട്രോണിനെ നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് 18 ഇലക്ട്രോൺ. ഇനി നമ്മൾ ഈ ന്യൂട്രൽ ആറ്റം മെത്തേഡ് അല്ലാതെ തന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മെത്തേഡ് എന്ന് പറയുന്ന മറ്റൊരു മെത്തേഡ് കൂടിയുണ്ട് ഇലക്ട്രോൺ കൗണ്ട് ചെയ്യുന്നത്. ഇതാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് കൂടിയുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഇതിന്റെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും നമ്മൾ എന്താണ് ഈ മെത്തേഡിൽ, ഈ ഇലക്ട്രോൺ കൗണ്ടിങ് മെത്തേഡിൽ നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ദ മെറ്റൽ കൂടി പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കോംപ്ലക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ MnCO 5 times നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മാംഗനീസ് ഷുഡ് ബി കൺസിഡർഡ് ആസ് Mn മൈനസ് അല്ലേ. Mn മൈനസ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യണം. Mn മൈനസ് ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം?
അതിന് 8 ഇലക്ട്രോണുകളെ കൊടുക്കണം. കാരണം ന്യൂട്രലായിട്ട് പരിഗണിക്കുന്നുണ്ടെങ്കിൽ 7 ഇലക്ട്രോൺസ്, Mn മൈനസ് ആയിട്ടാണ് പരിഗണിക്കുന്നുണ്ടെങ്കിൽ 8 ഇലക്ട്രോൺസ് നമ്മൾ കൊടുക്കണം. So in the oxidation state method, you have to consider that it is Mn minus, then it will have 8 electrons, then 5 COs are there, 5 COs together will have 10 electrons. Once we are doing that, we should not count the charge again. Charge പിന്നെ കൗണ്ട് ചെയ്യരുത് കേട്ടോ, കാരണം ഇവിടെ ഓക്സിജൻ സ്റ്റേറ്റ് പരിഗണിച്ചു കഴിഞ്ഞാൽ പിന്നെ ചാർജ് കൗണ്ട് ചെയ്യരുത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ 18 ഇലക്ട്രോൺസ്. സോ സം ഈസ് ഈക്വൽ ടു 18. നിങ്ങൾ രണ്ട് മെത്തേഡ് അഡോപ്റ്റ് ചെയ്താൽ ഒരേ റിസൾട്ട് ആണ് കിട്ടുന്നത്. ന്യൂട്രലാക്ട് മെത്തേഡ് ആയാലും ഓക്സിഡേഷൻ സ്റ്റേറ്റ് മെത്തേഡ് ആയാലും ഒരേ റിസൾട്ട് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, 18 ഇലക്ട്രോൺസ്. So this reveals that MnCO5 times minus is a stable anion, okay, compared to its neutral counterpart, that is MnCO5 times. നമ്മൾ നേരത്തെ പറഞ്ഞത് CO4 times അൺസ്റ്റേബിൾ ആണെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? CO4 times അൺസ്റ്റേബിൾ ആണെന്ന് പറഞ്ഞു. ഇത് കാരണം അതിനും എത്രയേ ഉള്ളൂ, 17 ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ ഈ കേസിൽ. അപ്പോൾ നമുക്ക് ന്യായമായിട്ട് ഊഹിക്കാം അതിനും കൂടി ഒരു മൈനസ് ചാർജ് കിട്ടാമെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അതൊരു ആനയോൺ ആയിട്ട് മാറാമെന്നുണ്ടെങ്കിൽ അതും സ്റ്റേബിൾ ആകും അല്ലേ? സോ CO4 ടൈംസ് മൈനസ്, ഓക്കെ, ഇങ്ങനെ ഒരു ആനയോൺ ആണ് നമ്മൾ പരിഗണിക്കുന്നതെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ ചാർജ്? അപ്പോൾ നമ്മൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ CO മൈനസ് ആണല്ലേ, CO മൈനസ്. ഇപ്പം കൊബാൾട്ട് ന്യൂട്രൽ ആയിരുന്നെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു വരുന്നത്? നമ്മൾ തൊട്ട് മുകളിൽ എഴുതി കാണിച്ചാണ്. കൊബാൾട്ട് ന്യൂട്രൽ ആയിരുന്നുണ്ടെങ്കിൽ 9 ഇലക്ട്രോൺ ആയിരുന്നു. അപ്പോൾ ഇവിടെ CO മൈനസ് ആയിട്ട് പരിഗണിക്കുമ്പോൾ അതിന് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 10 ഇലക്ട്രോണുകളുണ്ട്. 10 ഇലക്ട്രോൺസ്. ആൻഡ് then 4 COs are there. 4 COs will contribute 8 electrons. Then sum of all the electrons is equal to 18 electrons. So this will obey the 18 electron rule. Therefore CO4 times should be a stable anion. അത് കറക്റ്റ് ആണ്. നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ CO4 ടൈംസ് മൈനസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ അയോൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കണം അല്ലേ എങ്ങനെയാണ് 18 ഇലക്ട്രോൺ റൂൾ ഉപയോഗിച്ചുകൊണ്ട് പല സ്പീഷീസുകളെയും സ്റ്റെബിലിറ്റി പ്രിഡിക്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലായി കാണും. ഇനി ഇതിന് ആനയോൺ ആയിക്കൊണ്ട് മാത്രമല്ല സ്റ്റേബിൾ ആകാൻ നിൽക്കുന്നത്, മറ്റേതെങ്കിലും മാർഗങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കാൻ നോക്കുമ്പോൾ ഈ നമ്മളുടെ MnCO5 ടൈംസിനും CO4 ടൈംസിനും സ്റ്റേബിൾ ആവാൻ നിൽക്കുന്നത് ആനയോൺ ആയിട്ട് മാത്രമല്ല, മറ്റേതെങ്കിലും മാർഗം ഉണ്ടായിരിക്കുമോ? പലർക്കും ഊഹിക്കാൻ പറ്റി കാണും. മറ്റൊരു മെത്തേഡാണ് ഡൈമറൈസേഷൻ എന്ന് പറയുന്നത്. ഡൈമറൈസേഷൻ അല്ലേ, ഡൈമറൈസേഷൻ. അപ്പൊ ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ MnCO5 ടൈംസ് അല്ലെങ്കിൽ CO4 ടൈംസ് ഇതൊക്കെ സ്റ്റേബിൾ ആയിട്ട് അൺസ്റ്റേബിൾ ആയിട്ടുള്ള സ്പീഷീസുകളാണ്, അൺസ്റ്റേബിൾ സ്പീഷീസുകളാണ്. കാരണം അവർക്ക് ആവശ്യത്തിനുള്ള ഇലക്ട്രോൺ ഇല്ല, 17 ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ സ്റ്റേബിൾ ആകാൻ വേണ്ടി അവര് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്? ഡൈമറൈസേഷൻ എന്ന് പറയുന്നത്. ഡൈമറൈസേഷൻ അതായത് ഇതിന്റെ 2 യൂണിറ്റുകൾ ചേർന്ന് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് മാറും. ഇപ്പം MnCO5 ടൈംസ് ഡൈമറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? MnCO10 ടൈംസ്, MnCO10 ടൈംസ്. ഓക്കെ, ഈ MnCO10 ടൈംസിന്റെ കേസിൽ നമുക്ക് ഇലക്ട്രോൺസ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് MnCO10 ടൈംസ് വരുന്നത് എന്നുള്ളത്. ഇവിടെ ഇതിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ MnCO10 ടൈംസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. മാംഗനീസ്, ഇവിടെ ഒരു മാംഗനീസ് ബോണ്ട് ഉണ്ട്. അതുകൂടാതെ ഓരോ മാംഗനീസിലും 5 ഇലക്ട്രോണുകൾ കൂടിയുണ്ട്. ഓക്കെ, 5 ഇലക്ട്രോൺ കൂടിയുണ്ട് ഓരോ മാംഗനീസിലും. നോട്ട് 5 ഇലക്ട്രോൺ, 5 ലിഗാൻസ് കൂടിയുണ്ട്. 5 ലിഗാൻസ് കൂടി. അപ്പം കാർബണൈൽ ലിഗാൻഡ്, ഇവിടെ ഒരു കാർബണൈൽ ലിഗാൻഡ് ഉണ്ട്, ഇവിടെയും കാർബണൈൽ ലിഗാൻഡ് ഉണ്ട്, ഇവിടെയും കാർബണൈൽ ലിഗാൻഡ് ഉണ്ട്, കാർബണൈൽ ലിഗാൻഡ്. Then CO. Okay, so this is Mn2CO10 times. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന മാംഗനീസ് MnCO5 ടൈംസ് ഡൈമറൈസ് ചെയ്താണ്, ഒരു മാംഗനീസ് ബോണ്ട് കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു അല്ലേ? അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന Mn2CO10 ടൈംസ് നമുക്ക് നോക്കാം. ഇവിടുത്തെ മാംഗനീസിന് എത്ര ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, മാംഗനീസിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാംഗനീസ് എന്ന് പറയുന്നത് ഈ കേസിൽ ന്യൂട്രൽ ആണ്, അതുകൊണ്ട് അതിന് 7 ഇലക്ട്രോൺസ് ഉണ്ട്. 7 ഇലക്ട്രോൺസ്.
അതുപോലെ ഓരോ മാംഗനീസിലും എത്ര സിഒസ് വെച്ചുണ്ട്? 5 CO വെച്ചുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് 10 ഇലക്ട്രോൺസ് ഉണ്ട്, 10 ഇലക്ട്രോൺ. Then there is an Mn bond കൂടിയുണ്ട് അല്ലേ? Mn bond. Mn bond will contribute to 1 electron. But total there are 10 plus 7 plus 1, that is equal to 18 electron. അപ്പോൾ ഈ കേസിൽ ഡൈമർ ആവുന്ന സ്ഥിതിക്ക് അതിന് 18 ഇലക്ട്രോൺ റൂൾ സാറ്റിസ്ഫൈ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പം എന്തായിരിക്കും ഈ സ്പീഷീസ് പ്രിഫർ ചെയ്യുന്നത്? അത് മോണോമർ ആയിട്ടിരിക്കാനായിരിക്കുമോ ഡൈമർ ആയിട്ടിരിക്കാനോ? അത് ഡൈമറൈസ് ചെയ്യാനായിരിക്കും എപ്പോഴും അത് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഒരു മെറ്റൽ ബോണ്ട് ഉണ്ടാക്കി ഡൈമറൈസ് ചെയ്ത് ഈ MnCO5 ടൈംസ് സ്റ്റേബിൾ ആയിട്ട് മാറാനുള്ള ടെൻഡൻസി എപ്പോഴും കൂടുതലായിരിക്കും. അപ്പം ഈ സ്പീഷീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരു ഡൈമർ ആയിട്ട് മാറിക്കഴിയും. ഓക്കെ, അതുപോലെ തന്നെയാണ് CO2 CO8 ടൈംസ്. നമ്മൾ CO4 ടൈംസ് ആണ് ഇവിടുത്തെ മോണോമർ എന്ന് പറയുന്നത്. അത് ഡൈമറൈസ് ചെയ്ത് CO2 CO8 ടൈംസ് ആയിട്ട് മാറും. ഓക്കെ, CO2 CO8 ടൈംസ് എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ CO ബോണ്ട് ഉണ്ടായിരിക്കും. അതുപോലെ ഓരോ കൊബാൾട്ടിലും 4 കാർബണൈൽസ് വെച്ചുണ്ടായിരിക്കും. 4 കാർബണൈൽസ് വെച്ചുണ്ടായിരിക്കും. ഓക്കെ, CO 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 CO. Okay, so CO2 CO8 ടൈംസ്. ഇപ്പം ഈ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്നത്, അപ്പോൾ ഒരു കൊബാൾട്ടിന്റെ കേസ് നമ്മൾ നോക്കാം. കൊബാൾട്ടിന്റെ കേസിൽ എത്ര ഇലക്ട്രോണുകളുണ്ട്? 9 ഇലക്ട്രോണുകളുണ്ട്, 9 ഇലക്ട്രോൺസ്. Then 4 COs, ഓരോ കൊബാൾട്ടിലും 4 CO ഉണ്ട്. 4 COs will contribute 8 electrons, and due to cobalt bond മൂലം 1 electron. So totally there are 18 electrons അല്ലേ? ടോട്ടൽ 18 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി ഈ ഒരു സ്ട്രക്ചർ മാത്രമല്ല ഈ കോമ്പൗണ്ടിനുള്ളത്. ഓക്കെ, നമ്മൾ സ്റ്റാൻഡേർഡ് ബുക്കുകളൊക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇത് ഈ ഒരു സ്ട്രക്ചർ മാത്രമല്ല അതിനകത്തുള്ളത്, ഇത് മറ്റൊരു റെസൊണൻസ് സ്ട്രക്ചർ കൂടി ഇതിനുണ്ട്. CO. ഓക്കെ, ഒരു കൊബാൾട്ട് ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിനുശേഷം ഓരോ കൊബാൾട്ടിലും 3 കാർബണൈൽസ് വെച്ചിട്ടുണ്ട് കേട്ടോ. CO CO. ഓക്കെ, അതുപോലെ ഈ കൊബാൾട്ടിലും ഉണ്ട് 3 കാർബണൈൽസ്. CO 3 കാർബണൈൽസ്. ഇപ്പം എത്രയായി? ഓരോ കൊബാൾട്ടിലും 3 കാർബണൈൽസ് ആയിട്ടുള്ളൂ. ഇനി ഓരോ കൊബാൾട്ടിലും ഓരോ കാർബണൈൽസ് കൂടി വെച്ച് വരാനുണ്ട് അല്ലേ? കാരണം ഇത് CO2 CO8 ടൈംസ് ആണ്. അപ്പൊ ടോട്ടലി 2 എണ്ണം കൂടി വരാണ്ട് 6 കാർബണൈൽസ് ആയിട്ടുള്ളൂ. ഈ 2 കാർബണൈൽസ് എന്ന് പറയുന്നത് ബ്രിഡ്ജിങ് ആണ്. CO ഇങ്ങനെയാണ് വരുന്നത്. CO. ഓക്കെ, ബ്രിഡ്ജിങ് CO ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഈ കേസിലാണെങ്കിൽ നിങ്ങളൊന്ന് എണ്ണി നോക്ക് എത്ര ഇലക്ട്രോൺസ് വരും എന്നുള്ളത്. ഈ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു കൊബാൾട്ടിന്റെ കാര്യം നമുക്ക് എടുക്കാം. കൊബാൾട്ട് 9 ഇലക്ട്രോൺസ്. Then ഓരോ കൊബാൾട്ടിലും എത്ര ടെർമിനൽ COs ഉണ്ട്? 3 ടെർമിനൽ CO. ടെർമിനൽ 3 COs അല്ലെ? ടെർമിനൽ ആയിട്ടുള്ള 3 COs 6 ഇലക്ട്രോൺസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ ഒരെണ്ണം എന്ന് പറയുന്നത് ബ്രിഡ്ജിങ് ആണ്. CO ആണ് അല്ലെ? ബ്രിഡ്ജിങ് CO. അങ്ങനെയുള്ള എത്ര ബ്രിഡ്ജിങ് CO ഉണ്ട്? ഓരോ കൊബാൾട്ടിലും 2 ബ്രിഡ്ജിങ് CO ഉണ്ട്. 2 ബ്രിഡ്ജിങ് COs are there. Two bridging COs will contribute 2 electrons അല്ലേ? കാരണം ഒരു ബ്രിഡ്ജിങ് CO 1 ഇലക്ട്രോണിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ 2 ബ്രിഡ്ജിങ് CO ഓരോ കൊബാൾട്ടിനും ഉള്ളത് കൊണ്ട് 2 ഇലക്ട്രോണുകൾ. അപ്പൊ നമുക്ക് മറ്റൊരു എണ്ണി നോക്ക്. 6 + 2 8. ഇനി ഒന്നുകൂടി വരാനുണ്ട്. കൊബാൾട്ട് ബോണ്ട് കൂടി വരാനുണ്ട് അല്ലേ? കൊബാൾട്ട് ബോണ്ട് കൂടി വരാനുണ്ട്. So cobalt bond is also present, and cobalt bond will give 1 electron. ഇപ്പം മൊത്തത്തിലുള്ള ഇലക്ട്രോണുകൾ എണ്ണി നോക്ക്. കൊബാൾട്ട് ബോണ്ട് കൂടി വന്നതിന് ശേഷമുള്ള ഇലക്ട്രോൺ എന്ന് പറയുന്നത് 9 + 6 15, 15 + 2 17, 17 + 1 18 ഇലക്ട്രോൺസ് ആണ് മൊത്തത്തിലുള്ളത്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സ്ട്രക്ചറും 18 ഇലക്ട്രോൺ റൂൾ ഒബേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി പുതിയ ചില ലിറ്ററേച്ചറുകളിൽ ഈ കൊബാൾട്ട് ബോണ്ട് എന്ന് പറയുന്നത് റൂൾ ഔട്ട് ചെയ്യുന്ന ചില റിപ്പോർട്ടുകളും ഈ അടുത്ത കാലത്തായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കൊബാൾട്ട് ബോണ്ട് റൂൾ ഔട്ട് ചെയ്യുന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ആ കേസിലാണെന്നുണ്ടെങ്കിൽ ഈ 18 ഇലക്ട്രോൺ റൂൾ ചലഞ്ച് ചെയ്യപ്പെടേണ്ടി വരും. അപ്പം ഇങ്ങനെയാണ് മെറ്റൽസ് ഡൈമറൈസ് ചെയ്തുകൊണ്ട് അതെന്താകുന്നത്, സ്റ്റേബിൾ ആകുന്നത്. മനസ്സിലായോ? ഇനിയും ഈ 18 ഇലക്ട്രോൺ റൂള് ഇവിടെ കൊണ്ട് ഒന്നുമില്ല. പല കേസുകളിലും ഇത് നമുക്ക് വളരെ ആപ്ലിക്കബിൾ ആയിട്ട് ഉപയോഗിക്കാൻ നോക്കും. ഫോർ എക്സാമ്പിൾ, വി ആർ കൺസിഡറിങ് എ ലിഗാൻഡ്. ഓക്കെ,
നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ലിഗാൻഡാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ, ആദ്യത്തെ ക്ലാസ്സിൽ, ഫസ്റ്റ് ക്ലാസ്സിൽ ഓർഗാനോമെറ്റാലിക്സിന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ഒരു ലിഗാൻഡാണ് സൈക്ലോപെന്റ ഡൈനൈൽ ആനയോൺ. ഇങ്ങനെ അതിരിക്കുന്നത് ഇങ്ങനെയാണ് അല്ലേ, സൈക്ലോപെന്റ ഡൈനൈൽ ആനയോൺ. ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെ എല്ലാത്തിനകത്തും ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഹൈഡ്രജൻ, then there is a double bond here, hydrogen, then there is a hydrogen here, then there is a double bond here, hydrogen here. Okay, so ഇനി എങ്ങനെ പറയാം, C5 5 കാർബൺ, H5 മൈനസ്, C5H5 മൈനസ്, സൈക്ലോപെന്റ ഡൈനൈൽ ആനയോൺ, സൈക്ലോപെന്റ ഡൈനൈൽ ആനയോൺ എന്നാണ് ഇതിന് പറയുന്നത്, ഡൈനൈൽ ആനയോൺ. ഓക്കെ, ഡൈഇനൈൽ എന്ന് പറയാനുള്ള കാരണം എന്താ, രണ്ട് ഡബിൾ ബോണ്ടുകളുണ്ട് ഈ റിങ്ങിനകത്ത്. അപ്പോൾ സൈക്ലോപെന്റ ഡൈഇനൈൽ ആനയോൺ ആണ് ഈ പറയുന്ന റിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സൈക്ലോപെന്റ ഡൈനൈൽ ആനയോണിന്റെ പ്രത്യേകത, ഇതിന് പല ബോണ്ടിങ് മോഡ്സ് പോസിബിൾ ആണ്. ഞാൻ ഇതിന്റെ ഇൻട്രൊഡക്ടറി ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഇതിന്റെ ഒരു ബോണ്ടിങ് മോഡ് എന്ന് പറയുന്നത് എല്ലാ കാർബൺ ആറ്റങ്ങളെയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ബോണ്ടിങ് മോഡാണ്. ഓക്കെ, കാരണം ഇതൊരു എക്സ്റ്റെൻഡഡ് പൈ സിസ്റ്റമാണ്. ഇറ്റ്സ് കോൾഡ് എക്സ്റ്റെൻഡഡ് പൈ സിസ്റ്റംസ്. എക്സ്റ്റെൻഡഡ് പൈ സിസ്റ്റം, എക്സ്റ്റെൻഡഡ് പൈ സിസ്റ്റം എന്ന് വിളിക്കാനുള്ള കാരണം, ഇവിടുത്തെ ഈ പൈ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, ഈ പൈ ഇലക്ട്രോൺസ് എൻറ്റയർ റിംഗിലും ഡീലോക്കലൈസ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ എൻറ്റയർ കാർബൺ ആറ്റത്തിലും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഡീലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു പൈ ഇലക്ട്രോൺ സിസ്റ്റമാണ് ഈ ഇതിനകത്ത് ഉള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മൾ എഴുതുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ എഴുതി കാണിക്കാം. സൈക്ലോപെന്റ ഡൈനൈൽ ആനയോണിനെ നമ്മൾ അതൊരു എക്സ്റ്റെൻഡഡ് പൈ സിസ്റ്റമായിട്ട് കണക്കാക്കുമ്പോൾ ഈ പൈ ഇലക്ട്രോൺ എന്ന് പറയുന്നത് മൊത്തം റിംഗിലുമാണ് ഇരിക്കുന്നത്, അതിന് മൊത്തത്തിൽ ഒരു നെഗറ്റീവ് ചാർജ് കൂടിയുണ്ട്. ഓക്കെ, അതായത് ഈ ഇലക്ട്രോണിക് ചാർജ്, നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ഡീലോക്കലൈസ്ഡ് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പം ഈ എക്സ്റ്റെൻഡഡ് പൈ സിസ്റ്റത്തിന്റെ പ്രത്യേകത, ഇതിന് 5 കാർബണിലൂടെയും ഇതെന്ത് ചെയ്യും, മെറ്റലുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. 5 കാർബണിലൂടെയും മെറ്റലുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ എല്ലാ കാർബൺ ആറ്റങ്ങളും ഇവിടെ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുകയാണ്. ഓക്കെ, അപ്പൊ എല്ലാ കാർബൺ ആറ്റങ്ങളും ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഇങ്ങനത്തെ ഉള്ള ഈ ഒരു ഇതിനെ നമ്മൾ പെന്റാഹാപ്റ്റോ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. പെന്റാഹാപ്റ്റോ, പെന്റാഹാപ്റ്റോ, pentahapto. Okay, so this extended pi system exhibit many number of binding modes. One is pentahapto എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ eta5 എന്നാണ് കാണിക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ 5 കാർബൺ ആറ്റങ്ങളിലൂടെ ഇത് ബൈൻഡ് ചെയ്യുന്നുണ്ട്. eta5 C5 H5. ഓക്കെ, ഇതാണ്, ഇങ്ങനെയാണ് അത് ബൈൻഡ് ചെയ്യുന്നത്. അപ്പം അതിന്റെ ബൈൻഡിങ് എന്ന് പറയുന്നത് എല്ലാ കാർബണേറ്റും കൂടെ ബൈൻഡ് ചെയ്യുന്നതായതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് വരച്ച് കാണിക്കുന്നത് കേട്ടോ. മെറ്റലുമായിട്ട് ഇങ്ങനെയാണ് ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു ബൈൻഡിങ് മോഡ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇതാണ് ബൈൻഡിങ് മോഡ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു കൺസിഡർ ദാറ്റ് ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ഹൗ മെനി ഇലക്ട്രോൺസ്, ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് 5 electrons. Okay, 5 ഇലക്ട്രോണിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. So it contributes 5 electrons. A pentahapto binding mode will contribute 5 electrons towards the 18 electron group. ഇനി ഇത് മാത്രമല്ല, ഇതിന്റെ മറ്റൊരു ബൈൻഡിങ് മോഡ് എന്ന് പറയുന്നത് ട്രൈഹാപ്റ്റോ ആണ്. എന്ന് പറഞ്ഞാൽ ഈ റിംഗ് സിസ്റ്റം ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഇപ്പോഴും എത്ര ആറ്റങ്ങളുണ്ട് ഇതിനകത്ത് നിങ്ങൾ കൗണ്ട് ചെയ്ത് 1 2 3 4 5 അല്ലേ, 5 ആറ്റംസ് തന്നെയാണുള്ളത്. പക്ഷെ ഇത് ബൈൻഡ് ചെയ്യുന്നത് ഈ 3 ആറ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. 3 ആറ്റങ്ങളായിരിക്കും ബൈൻഡിങ്ങിൽ പങ്കെടുക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് കൂടിയുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഇതിനെ നമ്മൾ ട്രൈഹാപ്റ്റോ മോഡ് എന്നാണ് പറയുന്നത്. ഇങ്ങനത്തുള്ള ബൈൻഡിങ് മോഡ് ട്രൈഹാപ്റ്റോ ആണ്. അപ്പൊ eta3 C5 H5 ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊന്ന് പറയാൻ മോണോഹാപ്റ്റോ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എവിടെയാണോ നെഗറ്റീവ് ചാർജ് ഇരിക്കുന്നത് ആ ഭാഗം മാത്രമായിരിക്കും അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, then it will be like this. Only through one atom it makes the bond, then it will be like this. So in this case it is monohapto, so it will be eta1 C5
H5. ഓക്കെ, ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഈ കേസിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 3 ഇലക്ട്രോൺ കോൺട്രിബ്യൂഷനാണ്. ഇവിടെ ആണെങ്കിൽ 1 ഇലക്ട്രോൺ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ കേസിലും ഓരോ ബൈൻഡിങ് മോഡിനനുസരിച്ച് അവിടുത്തെ ഇലക്ട്രോണിക് കോൺട്രിബ്യൂഷന് വ്യത്യാസമുണ്ടാകും. നമ്മൾ 18 ഇലക്ട്രോൺ റൂളിൽ ഇത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ. ഓക്കെ, ഓരോ ബൈൻഡിങ് മോഡിലും ഓരോ ഇലക്ട്രോണിക് കോൺട്രിബ്യൂഷനാണുള്ളത്. ഇനി നമ്മൾ ഒരു കോമ്പൗണ്ട് പരിഗണിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ഒരു കോമ്പൗണ്ട് പരിഗണിക്കാൻ പോവുകയാണ്. ഓക്കെ, ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത് W ടങ്സ്റ്റന്റെ കോമ്പൗണ്ടാണ്. W CO twice C5H5 twice C5H5 twice എന്ന് പറഞ്ഞാൽ ഒരു ടങ്സ്റ്റൺ മെറ്റൽ സെന്റർ ഉണ്ട്, 2 കാർബണൈൽ ലിഗാൻഡ്സ് ഉണ്ട്, 2 സൈക്ലോപെന്റാ ഡൈനൈൽ ആനിയോൺ ലിഗാൻഡ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ എങ്ങനെയാണ് ഇവിടുത്തെ ബൈൻഡിങ് എന്ന് പറയുന്നത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യണം. കാരണം ഈ C5H5 ട്വൈസ് എന്ന് പറയുമ്പോൾ 2 സൈക്ലോപെന്റാ ഡൈനൈൽ റിങ്സ് ഇവിടെ ഉണ്ട് അല്ലേ, 2 സൈക്ലോപെന്റാ ഡൈനൈൽ ആനിയോൺ റിങ്സ് ഉണ്ട്. ഈ സൈക്ലോപെന്റാ ഡൈനൈൽ ആനിയോൺ റിങ്സിന് ഏത് രീതിയിൽ വേണമെങ്കിലും ബൈൻഡ് ചെയ്യാം. η5 ആയിട്ട് ബൈൻഡ് ചെയ്യാം, η3 ആയിട്ട് ബൈൻഡ് ചെയ്യാം, η1 ആയിട്ട് ബൈൻഡ് ചെയ്യാം. ഏത് രീതിയിലാണ് ബൈൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ 18 ഇലക്ട്രോൺ റൂൾ വെച്ച് പ്രെഡിക്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇലക്ട്രോണിനെ കൗണ്ട് ചെയ്യും. ലെറ്റ് us count the electron. ടങ്സ്റ്റൺ അല്ലേ, ടങ്സ്റ്റൺ എന്ന് പറയുമ്പോൾ ഏതാ ഗ്രൂപ്പിലാണ് വരുന്നത്? ക്രോമിയം, മോളിബ്ഡിനം, ടങ്സ്റ്റൺ അങ്ങനെയാണ് വരുന്നത് അല്ലേ. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം എന്ന് പറയുമ്പോൾ എത്ര? 24 ക്രോമിയത്തിൻ്റെത്. അപ്പം വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളുണ്ട്? 6 ഇലക്ട്രോണുകളുണ്ട്. അപ്പം ടങ്സ്റ്റനും എത്ര ഇലക്ട്രോണുകൾ തന്നെയുണ്ട്? ആ ഗ്രൂപ്പിൽ വരുന്നതുകൊണ്ട് 6 ഇലക്ട്രോണുകളാണ് ടങ്സ്റ്റന്റെ വാലൻസ് ഷെല്ലുള്ളത്, 6 ഇലക്ട്രോൺ. ഓക്കെ, ഇനി എത്ര CO ഉണ്ട്? 2 കാർബണൈൽ ലിഗാൻഡ്സ് ഉണ്ട്. 2 കാർബണൈൽ ലിഗാൻഡ്സ് ഉള്ളത് കൊണ്ട് എത്രയുണ്ട്? 4 ഇലക്ട്രോൺ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പൊ എത്രയായി? മൊത്തത്തിൽ എത്രയായി? ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ എത്ര ആയിട്ടുണ്ട്? 6 + 4 that is equal to 10 ഇലക്ട്രോൺസ്. 10 ഇലക്ട്രോൺ ആയിട്ടുണ്ട് ഇത് കൂടെ കൂടി. ഇനി എത്ര ഇലക്ട്രോൺ കൂടി വേണം സ്റ്റെബിലിറ്റിക്ക്? 8 ഇലക്ട്രോൺസ് ആർ റിക്വയർഡ് ഫോർ ദ സ്റ്റെബിലിറ്റി അല്ലേ. 8 ഇലക്ട്രോൺ കൂടി വരണം സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ആ 8 ഇലക്ട്രോൺ എവിടെ നിന്നാണ് വരേണ്ടത്? ആ ബാക്കിയുള്ള 2 സൈക്ലോപെന്റാ ഡൈനൈൽ ആനിയോൺ റിങ്സിൽ നിന്നാണ് അടുത്ത 8 ഇലക്ട്രോണുകൾ വരേണ്ടത്. നമുക്ക് പരിഗണിച്ച് നോക്കാം പല പ്രത്യേകതകൾ. ഒരു പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബൈൻഡിങ് മോഡാണ് η5C5H5 എന്ന് പറയുന്ന ബൈൻഡിങ് മോഡ് അല്ലേ, അല്ലെങ്കിൽ പെന്റാ ഹാപ്റ്റോ ബൈൻഡിങ് എന്ന് പറയുന്നത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബൈൻഡിങ് ആണ്. തീർച്ചയായിട്ടും ഒരെണ്ണം അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഒരെണ്ണം η5C5H5 ആയിട്ട് പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെത്രയായിരിക്കും? 5 ഇലക്ട്രോൺസ് ആയിരിക്കും അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, 5 ഇലക്ട്രോൺസ് അല്ലേ. അപ്പോൾ എത്രയായി? 10 + 5 15 ഇലക്ട്രോൺസ് ആയി. ഇനി അടുത്തതും η5C5H5 ആയിരുന്നുണ്ടെങ്കിൽ എത്ര ആയേനെ? ഒരു 5 ഇലക്ട്രോൺ കൂടെ വരും. അപ്പോൾ എത്ര വരും? 15 + 5 that is equal to 20 ഇലക്ട്രോൺസ്. ആ 20 ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 18ന്റെ പുറത്ത് പോയി. അതൊരു സ്റ്റേബിൾ കോൺഫിഗറേഷൻ അല്ല. അപ്പം നമ്മൾ ഒരു η5C5H5 കൂടി ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ it will lead to an unstable valence shell electron count. നമുക്ക് എത്ര മതി? 18 ഇലക്ട്രോൺസ് മതി. അപ്പം ബാക്കി 3 ഇലക്ട്രോൺസിന്റെ ആവശ്യമേ നമുക്കുള്ളൂ അല്ലേ. കാരണം ഇവിടെ 15 ഇലക്ട്രോണുകളായി, ഇനി 3 ഇലക്ട്രോണിന്റെ ആവശ്യമുള്ളൂ. ആ 3 ഇലക്ട്രോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? രണ്ടാമത്തെ സൈക്ലോപെന്റാ ഡൈനൈൽ ആനിയോൺ റിംഗ് η3C5H5 ആയിട്ടായിരിക്കും നിൽക്കേണ്ടത് അല്ലേ. So next one is η3C5H5. Okay, so that is 3 electrons. So if it is like that, then total number of electrons will be equal to 6 + 4 + 5 + 3 that is equal to 18 electron. അതൊരു സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണ് അല്ലേ. അപ്പോൾ ഇതൊരു സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആയതുകൊണ്ട് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും 2 സൈക്ലോപെന്റാ ഡൈനൈൽ ആനിയോൺ റിംഗ്സും ഇരിക്കുന്നതാണ്. അതായത് മൊത്തത്തിലുള്ള നമ്മളുടെ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ ടങ്സ്റ്റൺ ഉണ്ട്, okay, that is a central metal. Then we have 2 COs, 2 carbonyl ligands ഉണ്ട്, 2 carbonyl ligands. Then we have a cyclopentadienyl anion, that is one is pentahapto അല്ലേ. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിരിക്കുന്നത്. ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. η5 ആണ്. ഇനി അടുത്തത് വരുന്നത് ഇതുപോലെയല്ല, അടുത്തത് വരുന്നത് ഇങ്ങനെയാണ് അല്ലേ.
വരുന്നത് 1 2 3 4 5. ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ നിന്നാണ് ബൈൻഡിങ് ഉണ്ടാകുന്നത് കേട്ടോ. ഈ വര അത്ര കറക്റ്റ് ആയില്ല. ഞാൻ നേരത്തെ വരച്ച പോലെ വരയ്ക്കണം കേട്ടോ. ഇതുപോലെ ഇതുപോലെ വരയ്ക്കുന്നതാണ് കറക്റ്റായിട്ട് വരുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു സെയിം പ്ലനാറായിട്ടിരിക്കുന്ന മാതിരി തോന്നും. അങ്ങനെയുണ്ട്. നേരത്തെ വരച്ച പോലെ വരയ്ക്കാം. നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് വരയ്ക്കുക. അപ്പോൾ ഇത് η5 ആണ്, ഇത് η3 ആണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചർ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് എവിടുന്നാണ് 18 ഇലക്ട്രോൺ റൂളിൽ നിന്നാണ് പ്രെഡിക്റ്റ് ചെയ്തത്. അപ്പോൾ ഇത് പ്രെഡിക്റ്റ് ചെയ്ത സ്ട്രക്ചർ സത്യത്തിൽ ശരിയുമാണ് കേട്ടോ. ഇറ്റ് ഇസ് കറക്റ്റ് പ്രഡിക്ഷൻ. സത്യത്തിൽ ഇതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ 18 ഇലക്ട്രോൺ റൂൾ എന്ന് പറയാൻ വളരെ നല്ലൊരു റൂളാണ് അല്ലേ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള റൂളാണ്. പല കോമ്പൗണ്ടുകളുടെയും സ്ട്രക്ചർ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. Actually, I should say that 18 electron rule is a good first approximation. Okay, actually it is a good. നമ്മളിത് വളരെ കാര്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ചില വസ്തുതകളാണ് ഞാനിപ്പം പറയുന്നത്. Actually, it is a good first approximation. Good first approximation. For the stability and structure of organometallic complexes. Approximation for the stability, അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അല്ലേ, stability and structure of organometallic compounds. So 18 electron rule is a good first approximation for the stability and structure of the organometallic compounds. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? സത്യത്തിൽ ഇതൊരു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളല്ല. അതുകൊണ്ടാണ് അതിനെ അപ്രോക്സിമേഷൻ എന്ന് ഞാൻ വിളിച്ചത്. അപ്രോക്സിമേഷൻ മീൻസ് ഇറ്റ് ഈസ് നോട്ട് വെരി കറക്റ്റ്, ബട്ട് ഇറ്റ് ഈസ് ക്ലോസ് ടു കറക്റ്റ്. അതുകൊണ്ടാണ് അതിനെ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. So it is a good first approximation to predict the stability and structure of organometallic compounds. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പല കോമ്പൗണ്ടുകളുടെ സ്റ്റെബിലിറ്റി പ്രിഡിക്റ്റ് ചെയ്തു, സ്ട്രക്ചർ പ്രിഡിക്റ്റ് ചെയ്തു. അതൊക്കെ പലതും കറക്റ്റ് ആണെന്ന് കണ്ടു. എന്നാൽ ചില എക്സംഷൻസും ഉണ്ട്. നമ്മളിനി അത് കാണാൻ പോകുന്നേ ഉള്ളൂ പലതും. ഓക്കെ, അപ്പം ഇതൊരു അപ്രോക്സിമേഷൻ മാത്രമാണ്. പക്ഷെ നമ്മൾ ഇതിനെ തെറ്റിദ്ധരിക്കരുത്. വി ഷുഡ് നോട്ട് പ്രസ്യൂം that it is a very sound theoretical method for predicting the stability and structure of organ. അങ്ങനെയല്ല ധരിക്കേണ്ടത്. ഒരു അപ്രോക്സിമേഷൻ ആണ് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിന്റെ കേസിൽ നിങ്ങൾ ലൂയിസ് സ്ട്രക്ചർ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ഇറ്റ് ഈസ് മച്ച് സെയിം ആസ് എ ലൂയിസ് ഡയഗ്രാം ഫോർ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്. ലൂയിസ് ഡയഗ്രാം ഫോർ മെയിൻ ഗ്രൂപ്പ്. അപ്പോൾ മെയിൻ ഗ്രൂപ്പ് കോമ്പൗണ്ട്സിന്റെ കേസിൽ ലൂയിസ് ഡയഗ്രാം എങ്ങനെയൊക്കെയാണോ നമ്മളെ സഹായിച്ചത്, ഓക്കെ, ഏതൊക്കെ രീതിയിൽ അത് ഉപയോഗിക്കാം, അതേ രീതിയിൽ ഇവിടെ നമുക്ക് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സിന്റെ കേസിൽ നമുക്ക് 18 ഇലക്ട്രോൺ റൂൾ ഉപയോഗിക്കാം. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് എ വെരി സൗണ്ട് theoretically supported piece of information. No, it is not like that. It is just an approximation. Okay, however, we must not presume that 18 electron rule reveals anything about the electron distribution in metal ligand bond. Metal ligand bondile electron distribution പറ്റി ഈ 18 ഇലക്ട്രോൺ റൂൾ ആധികാരികമായിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ തരുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതുപോലെ തന്നെയാണ് അത് ഏതെങ്കിലും മെക്കാനിക്കൽ ഡീറ്റെയിൽസ് തരുമെന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഏതെങ്കിലും മെക്കാനിസ്റ്റിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് തരും എന്ന ഒരു പ്രിൻസിപ്പിളാണ് ഈ 18 ഇലക്ട്രോൺ റൂൾ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ എത്രേ പറഞ്ഞുള്ളൂ. ഇറ്റ് ഈസ് ജസ്റ്റ് എ ഫസ്റ്റ് അപ്രോക്സിമേഷൻ ഫോർ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ stability and structure of organometallic compounds. Beyond that, don't expect too much from the 18 electron rule. അപ്പോൾ 18 ഇലക്ട്രോൺ റൂൾ എന്താണെന്നും അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ എന്താണെന്നും അതിൻ്റെ ലിമിറ്റേഷൻസ് എന്താണെന്നും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് സംശയ നിവാരണങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് and see you in the next class.